ഹലോ ഗായ്സ്, ശ്രീ അൺഫിൽറ്റേഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിന്ന് ആദിയോഗി പോയി. അപ്പോൾ എന്താ പറയുക, നമ്മൾ കാലത്ത് ഒരു 10 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ആദിയോഗി ശരിക്കും സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂർ സൗത്തേൺ റീജിയണിലായിട്ട് ഒരു കുഞ്ഞൊരു ഗ്രാമത്തിലാണ്. ഏക്കറക്കണക്കിന് സ്ഥലത്തുള്ള മരങ്ങളൊന്നുമില്ല, ഒക്കെ വെട്ടി തെളിച്ചിട്ടാണ് ഈ ഒരു ഇഷ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വൺ ടൈം ഒന്ന് പോയി കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടി കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആദിയോഗിയുടെ ഈ ഒരു സ്റ്റാച്യു തന്നെയാണ്. 112 അടി വലുപ്പത്തിലുള്ള സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു പ്രതിമ. അത് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിലായിട്ട് ഫുൾ മലനിരകളാണ്. പിന്നെ വേറെ ചെടികളോ വലിയ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് ഭാഗത്തുനിന്ന് നമ്മൾ നോക്കിയാലും നമ്മൾ കാണുന്നത് ഈ ഒരു വലിയ ശിവൻ്റെ പ്രതിമ കേട്ടോ. പിന്നെ ബാക്കിൽ തന്നെയായിട്ടാണ് ഇഷയുടെ മെഡിറ്റേഷൻ്റെയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടെമ്പിളും യോഗ സെൻറ്ററൊക്കെ ഇതിൻ്റെ പിന്നിലായിട്ടാണ്. അങ്ങോട്ടൊരു 1/2 കിലോമീറ്റർ എന്തോ നടക്കാനുണ്ട്. നിങ്ങൾക്ക് നടക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നടക്കാം. ഇപ്പോൾ വയസ്സായ ആളുകളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാളവണ്ടിയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ വെഹിക്കിളൊക്കെ അവിടെ അവൈലബിൾ ആണ്. 15-30 രൂപയും തൊട്ടും ചീട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാം. പിന്നെ നിങ്ങൾ കാറ്റൽസിനൊക്കെ ഫീഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു വഴിപാട് പോലെയാണ് അവിടെ. അത് നിങ്ങൾക്ക് എന്തോ 20 രൂപ തൊട്ട് ഷീട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റിൽസിനെ ഫീഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചെരുപ്പൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കവറിൽ ഒരു സഞ്ചിയാൾ അവിടെ വെച്ചിട്ടുണ്ടാകും. അതിൽ ചെരുപ്പ് ഊരി നിങ്ങൾക്ക് അവിടെ കുളത്തിയതിന് ശേഷം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാവുന്നതാണ്. ഫസ്റ്റ് കയറി ചെല്ലുന്ന വഴി തന്നെ 2 തരത്തിലുള്ള വലിയൊരു കുളങ്ങൾ, മാൻമെയ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള 2 കുളങ്ങളാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 3 ശിവലിംഗങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് കുളിക്കണമെങ്കിൽ ഡ്രസ്സൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ സൂര്യകുണ്ടും പെൺകുട്ടികൾക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ചന്ദ്രകുണ്ട്, അങ്ങനെ വേറെ കുളങ്ങളാണ്. 2 സെപ്പറേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുളിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സൊക്കെ കയ്യിൽ വയ്ക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ അവിടെ അമ്പലത്തിൽ നിങ്ങൾക്ക് തൊഴുത് കഴിഞ്ഞാൽ അവർ തരുന്ന പ്രസാദം എന്ന് പറയുന്നത് ഒരു ചെറിയ കൈക്കിന് വെക്കുന്നതിലും അതുപോലെ തന്നെ 2 മുല്ലപ്പൂട്ടും തരും. അത് നല്ലതാണ്, നല്ല രസമാട്ടോ. പിന്നെ അവിടെ പ്രസാദമായിട്ട് നമ്മുടെ തേങ്ങാമിഠായി ഇല്ലേ, അതിൻ്റെ ഉണ്ടായിട്ടാട്ടോ തരും. അതിനെന്തോ 30 രൂപ എന്തുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അവിടെ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ വേറൊരു ആർക്ക് രൂപത്തിലൊരു ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ വലിയൊരു ശിവലിംഗമാണ്. അവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണ്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ABCD അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതൊക്കെ ആട്ടോ. അത് ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു സ്ട്രക്ചർ പണിതിട്ടുള്ളത്. അത് കഴിഞ്ഞ് കറക്റ്റ് 7:30ക്കാണ് നമ്മളുടെ ആദിയോഗിയിലുള്ള ലേസർ ഷോ തുടങ്ങുക. അത് യോഗയുടെ ഇതൊക്കെയാണ് ഈ ഒരു ലൈറ്റ് ഷോയിലൂടെ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1/2 മണിക്കൂറാണ് കേട്ടോ ഈ ഒരു ഷോ തുടങ്ങുക ഉള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അടുത്തിരിക്കണമെങ്കിൽ ഇരിക്കാം. ഞങ്ങൾ കുറച്ചങ്ങോട്ട് ദൂരൊക്കെ ആയിട്ട് ക്രൗഡഡ് പ്ലേസിലല്ല, കുറച്ചങ്ങനെ നീങ്ങിയിരുന്നിട്ടാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ
അപ്പോൾ നമുക്കൊരു കുഞ്ഞൊരു ട്രിപ്പൊക്കെ വൺ ഡേയുടെ ഒക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മേ ബി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. കേരളത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം. എല്ലാവരും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ.